ഏറെ കാലത്തിന് ശേഷം മലയാളത്തിൻ്റെ ഹിറ്റ് മേക്കറായ രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഹ്രസ്വചിത്രം ആരോ ആണ് ഇപ്പോൾ സിനിമാ ആസ്വാദകർക്കിടയിലെ പ്രധാന ചർച്ച. 2 ദിവസം കൊണ്ട് 1 മില്യണോളം പ്രേക്ഷകർ കണ്ട ഈ ചിത്രത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ ചർച്ച നടക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. എന്താണ് ആരോ? എന്തുകൊണ്ട് ഇത് വലിയ ചർച്ചയാവുന്നു? ഈ വിഷയത്തിൽ നേരെ ഡാറ്റ ഷീറ്റ് പരിശോധിക്കുകയാണ് RDX. രഞ്ജിത്തിൻ്റെ ക്യാപിറ്റോൾ തിയേറ്ററുമായി സഹകരിച്ച് മമ്മൂട്ടി കമ്പനിയാണ് ആരോ നിർമ്മിച്ചത്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഹ്രസ്വചിത്രത്തിൻ്റെ ദൈർഘ്യം 21 മിനിറ്റ് മാത്രമാണ്. ശ്യാമപ്രസാദ്, മഞ്ജു വാര്യർ, അസീസ് നെടുമങ്ങാട് എന്നീ 3 കഥാപാത്രങ്ങൾ. VR സുധീഷിൻ്റെതാണ് ചിത്രത്തിൻ്റെ കഥയും സംഭാഷണവും. പ്രശാന്ത് രവീന്ദ്രൻ്റെ ഛായാഗ്രഹണവും ബിജിപാൽ ഒരുക്കിയ പശ്ചാത്തല സംഗീതവും ശ്രദ്ധേയമാണ്. അജയൻ അഡാട്ടിൻ്റെ ശബ്ദമിശ്രണവും സന്തോഷ് രാമൻ്റെ കലാസംവിധാനവും മികച്ചതാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. സംവിധായകൻ ഉദ്ദേശിച്ചത് എന്ത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് സാമൂഹ്യ മാധ്യമ പരിഹാസം. 80-90കളിലെ ബുദ്ധിജീവി നാട്യങ്ങൾ ഒന്നൊഴിയാതെ ക്ലീഷകളായി ആവർത്തിക്കുന്നു എന്നും പരിഹാസമുണ്ട്. സ്കൂൾ കുട്ടികൾ പോലും മികച്ച റീലുകൾ ഉണ്ടാക്കുന്ന കാലത്തുള്ളു പൊള്ളയായ സൃഷ്ടി എന്നാണ് വിമർശനം. ആൺനോട്ട സിനിമ എന്ന പതിവ് വിമർശനവും രഞ്ജിത്തിനെതിരെ ചിലർ ഉയർത്തുന്നുണ്ട്. ഏകാന്തതയിൽ ആരോ വരുമെന്ന പ്രതീക്ഷ എന്ന പ്രമേയം മികച്ചതായി ആവിഷ്കരിച്ചെന്ന് ഒരുപക്ഷം, ഒറ്റപ്പെടലിൻ്റെ സ്വാതന്ത്ര്യവും നൊമ്പരവും കണ്ട 21 മിനിറ്റുകളെന്ന് ചില യൂട്യൂബ് പ്രേക്ഷകർ. മഞ്ജു വാര്യരുടെയും ശ്യാമപ്രസാദിൻ്റെയും പ്രകടനത്തെ അഭിനന്ദിച്ചും നിരവധി കമൻറ്റുകൾ. ആശാൻ്റെ കരുണ റഫറൻസ് അടക്കം തിരസ്കൃത വ്യഥയുടെ ദാർശനിക വായനയുമുണ്ട് എന്ന് ചിലർ. തനീഷ് എന്താ തോന്നിയത്? തനീഷ് 3 തവണ എങ്ങാണ്ട് കണ്ടു എന്ന് തോന്നുന്നു. ഞാൻ 3 തവണ കണ്ടു. അതായത് ഇതിനകത്ത് പ്രാഥമികമായിട്ട് പറയേണ്ടത് ഹർഷ എന്താണെന്ന് വെച്ചാൽ, 20 മിനിറ്റാണ് ഈ സിനിമയുടെ ഡ്യൂറേഷൻ. രഞ്ജിത്ത് പറയുന്നത് കേട്ടത് 2.5 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തതെന്നാണ്. 2.5 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് 20 മിനിറ്റ് മാത്രമുള്ളൊരു സിനിമ ഉണ്ട്. മൂപ്പര് സോഷ്യൽ മീഡിയ കത്തിച്ചു. കേരളത്തിൽ മുഴുവൻ ഏറ്റവും വലിയ ചർച്ച സാമൂഹ്യ മാധ്യമങ്ങൾ, വലിയ ചർച്ചയായി സാമൂഹ്യ മാധ്യമങ്ങൾക്ക് പുറത്തും വലിയ ചർച്ചയാണ്. ഒന്ന്, അത് ചലച്ചിത്ര സംവിധായകൻ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ശേഷിയെ തന്നെ അദ്ദേഹത്തിന് രഞ്ജിത്ത് എന്ന ചലച്ചിത്ര സംവിധായകന് മലയാളത്തിലുള്ള വലുപ്പം എന്താണെന്ന് തെളിയിച്ചു എന്നാണ് എൻ്റെ അതിനകത്തുള്ള അഭിപ്രായം. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായത്തിലേക്കെല്ലാം പറയുന്ന മൊത്തം സംഭവങ്ങളെക്കുറിച്ച്. രഞ്ജിത്ത് വലിയ സംവിധായകനാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ പേര് ഓർക്കണം. 30-30കളിലൊക്കെയാണ് അദ്ദേഹം ഈ സിനിമകൾ, ഞാൻ വായിക്കുന്ന സിനിമകളൊക്കെ എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ 30 പ്രായത്തിൽ. ദേവാസുരം, മായാമയൂരം, കൃഷ്ണഗിരിയിലൊരു പ്രണയകാലത്ത്, 6-ാം തമ്പുരാൻ, സമ്മർ ബത്ലഹേം, ഉസ്താദ്, വല്യേട്ടൻ, നരസിംഹം, രാവണപ്രഭു, നന്ദനം, മിഴിരണ്ടിലും, അമ്മക്കിളിക്കൂട്, ബ്ലാക്ക്, ചന്ദ്രോത്സവം, കയ്യൊപ്പ് തുടങ്ങി ഇത് ഞാൻ അവസാന കാലത്തെ സിനിമ, പാലേരി മാണിക്യം, പിന്നെ പ്രാഞ്ചിയേട്ടൻ എൻ്റെ സെയിൻറ്റ്, അദ്ദേഹത്തിൻ്റെ സിനിമ ഇന്ത്യൻ റുപ്പി. മലയാളത്തിൽ, കേരളത്തിൽ ഞാൻ ഒരുപാട് പേരുകളുണ്ട്. ഇതിനു മുമ്പും പിമ്പും, ഈ സിനിമകൾക്ക് മുമ്പും പിമ്പുള്ള ഒരുപാട് സിനിമാ പേരുകൾ വായിച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമകൾ എടുത്ത ആളാണ് രഞ്ജിത്ത്. അപ്പോൾ അദ്ദേഹത്തിന് സിനിമാ സംവിധായകൻ, ചലച്ചിത്ര മേഖലയിലെ പ്രധാനി എന്ന നിലക്ക് അദ്ദേഹത്തിന് വലിയ ആ തരത്തിലൊരു പ്രാമുഖ്യം കൊടുക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം കുറേ കാലത്തെ ഗ്യാപ്പിന് ശേഷമാണ് അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ ഒരു സിനിമ എടുക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് ഇതിനകത്ത്, ഈ സിനിമക്കകത്ത് ഇത് കണ്ടാൽ ഒന്നുകൂടെ കാണാം എന്ന്, ആ 20 മിനിറ്റല്ലേ ഉള്ളൂ, നമുക്ക് ശരി എല്ലാവരും ചർച്ച ചെയ്യുന്നു, ഒന്നുകൂടെ കണ്ടേക്കാം ആ സീൻ എന്താണ് എന്നൊന്നുകൂടെ നോക്കിയേക്കാൻ നേരത്ത് കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. പിന്നെ ഇതിനകത്ത് എല്ലാവരും പറയുന്ന ഒരു ആണത്ത സംഗതി അത് ഉണ്ട് എന്നാണ്. അത് രഞ്ജിത്തിനകത്ത്, രഞ്ജിത്തിന് എല്ലാ സിനിമകളും, ഈ വായിച്ച എല്ലാ സിനിമകളിലും അതുണ്ട്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം, കുട്ടികൾക്ക് പോലും അറിയാം. സിനിമയെ ഇന്നലെ കണ്ടു തുടങ്ങുന്ന ആളുകൾക്ക് പോലും ഇതൊക്കെ മലയാളത്തിലെ സിനിമാ ചർച്ചകളുടെ ഒരു പ്രാഥമിക പോയിന്റ് തന്നെയായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ഈ ഹിന്ദുത്വ ബിംബങ്ങൾ, ആണത്ത ബിംബങ്ങൾ എന്നൊക്കെ നേരത്തെ നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് എല്ലാവരും, സിനിമയെ കാണുന്ന ആളുകൾക്ക് ആദ്യം തന്നെ മനസ്സിലാകുന്നതായിട്ട് ഇപ്പോൾ അത് വിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രിയദർശൻ സിനിമകളിലെ നായർ പ്രൈഡ്, സത്യനന്ദിക്കാട് സിനിമകളിലെ ഈ നാട്ടിൻപുറ നന്മ, അമൽ നീരൻ്റെ സിനിമകളിലെ സ്ലോ മോഷൻ, ഇങ്ങനെ ഓരോ സംവിധായകർക്ക് വേണമെങ്കിൽ ഓരോന്ന് പറയാൻ പറ്റും. പിന്നെ അതുപോലെയാണ് ഇദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഈ ആണത്ത സംഗതികൾ. അപ്പോൾ അതിനെ അങ്ങോട്ട് മാറ്റി വെക്കണമെന്നൊക്കെ വേറെ കാര്യമാണ്. അതിങ്ങോട്ട് മാറ്റി വെച്ച് ഇതൊരു സിനിമ ഇപ്പോൾ തന്നെ പലരും പലതായിട്ടാണ് പറയുന്നത്. നമ്മുടെ സുജിത്ത് പറയുന്നത് ഇതിനകത്ത് കുമാരനാശൻ്റെ കരുണക്കകത്തെ ചില എലമെൻസ് ആണ് ഇതിനകത്ത് വരുന്നതെന്നാണ്. ഇപ്പം എനിക്ക് തോന്നിയ കാര്യം ഞാൻ വേറെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ പലരും പലതും എഴുതുക. 20 മിനിറ്റ് കമഴ്ത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുജിത്തിന് അതിനകത്ത് വേറൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പലരും പലതായിട്ട് വായിക്കാനാകുന്ന ഒരു കലാസൃഷ്ടി എടുത്ത് വെക്കുക. കുറേ ആളുകൾ വളരെ സീരിയസ് ആയിട്ട് കാണുന്നു, കുറേ ആളുകൾ വളരെ തമാശയായിട്ട് കാണുന്നു. ആ യൂട്യൂബ് ലിങ്കിൻ്റെ താഴേക്ക് വായിച്ചാൽ ഭയങ്കര അനുഭൂതി ഉണ്ടാക്കി തന്ന സിനിമയായിട്ടാണ് ഒരുപാട് ആളുകൾ എഴുതുന്നത്. ഞാൻ നോക്കുമ്പോൾ 10,000-2,500 കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അതെല്ലാവരും അതിൽ ഏതാണ്ടൊരു 90% പോസിറ്റീവാണ്. നെഗറ്റീവായിട്ട് കുറച്ചുകൾ എല്ലാവരും വളരെ വലിയ അനുഭൂതി കിട്ടി എന്നാണ് പറയുന്നത്. കുറേ ആളുകൾ സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ഇതിനെ പരിഹസിക്കുകയും ചെയ്യാണ്.
അപ്പോൾ ഞാൻ എൻ്റെ ഒരു പൂർണ്ണ അഭിപ്രായം ഞാനതിൽ ഇപ്പോൾ പറയുന്നില്ല, ഇവിടെ പറയുന്നില്ല. പക്ഷേ എന്നാലും സിനിമ എന്ന നിലക്ക് രഞ്ജിത്ത് വെറുതെ വന്നു ഇടത്തേക്ക് കൊണ്ട് 2.5 ദിവസം കൊണ്ട് ഒരു സിനിമ എടുത്തിട്ടു, പിന്നെ അത് തീ ഇട്ടു എന്ന മട്ടിൽ കാണാവുന്ന അയാളുടെ ഗ്രേറ്റ്നസ്, ആ ഡയറക്ടറുടെ ഗ്രേറ്റ്നസ് മനസ്സിലാക്കാവുന്ന, ഡയറക്ടർ എന്ന നിലക്കുള്ള ഗ്രേറ്റ്നസ് മനസ്സിലാക്കാവുന്ന, മലയാളികൾക്കുള്ളിൽ ആ സംവിധായകനുള്ള സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു സംഗതിയാണ്. പിന്നെ മഞ്ജു വാര്യരും ശ്യാമപ്രസാദ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മഞ്ജു വാര്യരുടെ പ്രസൻസ് അതിനെ എലവേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും അത് ഇതുപോലുള്ള ഷോർട്ട് ഫിലിംസ്, ചെറിയ സിനിമകൾ, ധാരാളം വലിയ ലോകശ്രദ്ധ നേടിയ സിനിമകൾ വേറെയുമുണ്ട്. ആ സിനിമകളിലൊക്കെ, അതായത് സിനിമകളുടെ അത്തരം സിനിമകളിൽ പലതിൻ്റെയും, അത്തരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സിനിമകളിൽ പലതിൻ്റെയും ഒരു ബേസിക് തീം എന്ന് പറയുന്നത് ഏകാന്തതയായിരിക്കും. കാരണം വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു സംഗതി ഏകാന്തതയാണ്. 2.5 മണിക്കൂർ ഏകാന്തത പറയാനിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു മഹാപാതകമാവും. പക്ഷേ ഈ ഒരു 7 മിനിറ്റ് കൊണ്ടോ 8 മിനിറ്റ് കൊണ്ടോ 10-20 മിനിറ്റ് കൊണ്ട് ഒരു ഏകാന്തത പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഗംഭീരമായി പറഞ്ഞു വയ്ക്കാൻ കഴിയും. ഈ സിനിമയുടെ കാര്യത്തിൽ എനിക്കതൊരു മഹത്തായ സൃഷ്ടിയാണെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ഈ സിനിമ ഈ ആദ്യഘട്ടത്തിലുണ്ടാകുന്ന വിമർശനങ്ങളുടെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് രഞ്ജിത്തിനോട് അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ഈ രഞ്ജിത്ത് മഹത്തായ സിനിമകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും രഞ്ജിത്തിനോടൊരു ഇഷ്ടക്കേട് പൊതുവെ മലയാളിക്ക് ഉണ്ട്. അതിൻ്റെ കാരണം രഞ്ജിത്ത് എപ്പോഴും ഈ ആൺനോട്ടം എന്നത് രഞ്ജിത്തിൻ്റെ ഐഡൻറ്റിറ്റിയായി കൊണ്ട് നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹം തന്നെ അത് എടുത്ത് അണിഞ്ഞിട്ടുമുണ്ട് അതൊരു പരിധിവരെ. അതുകൊണ്ടാണ് ആളുകൾക്ക്, അതായത് ഈ പുതിയ കാലത്ത്, ഇപ്പോൾ ആ കാലത്ത് നന്നായി ആഘോഷിക്കപ്പെട്ടയാളാണ്, ഈ കാലത്തേക്ക് എത്തുമ്പോൾ ആ നോട്ടങ്ങളെക്കുറിച്ചുള്ള, അതായത് ഇവരിനി തിരുത്തിയാലും അവരെ സമൂഹം ആ നിലയ്ക്ക്, അല്ലെങ്കിൽ ഈ പുതിയ തലമുറ ആ നിലയ്ക്ക് തിരുത്തിയവരായി പോലും കാണാത്തതിന് കാരണം ഇവർ സൃഷ്ടികൾ ആ നിലയ്ക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്, മുമ്പ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രിയദർശൻ്റെ കാര്യം പറഞ്ഞില്ലേ, പ്രിയദർശനെക്കുറിച്ചുള്ള ചർച്ചയിൽ, പ്രിയദർശൻ്റെ ഗംഭീരമായ ഫ്രെയിമുകളും ഗംഭീര സിനിമകളും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിലും പ്രിയദർശൻ്റെ നായർ പ്രൈഡാണ് ആദ്യം കേരളം ചർച്ച ചെയ്യുക. അതിനെക്കുറിച്ചാണ് ആദ്യം ചർച്ച വരിക. കാരണം ഇനിയിപ്പോലും പ്രിയദർശൻ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അംശത്തിൽ നായർ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഓരോന്നും, ഇപ്പോൾ സത്യനന്ദിക്കാടിനി സനീഷ് പറഞ്ഞല്ലോ, സത്യനന്ദിക്കാടിനി എത്ര ശ്രമിച്ചാലും അദ്ദേഹത്തിന് നന്മയല്ലാതെ മറ്റൊന്നും കറന്നെടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥ. നന്മയാണ്, കുഴപ്പമില്ല, അതാണ്. അപ്പോൾ അതുകൊണ്ട് അത് പക്ഷേ എന്താണ്, ഏറ്റവും പുതിയൊരു തലമുറ സോഷ്യൽ മീഡിയയിൽ സജീവമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ആ ഒരു തലമുറയിലേക്ക് എത്തിയപ്പോൾ തന്നെ ഈ ഓരോ ബിംബങ്ങളെയും എടുത്ത് ഇഴകീറി ചർച്ച ചെയ്തു തുടങ്ങി. അപ്പോൾ ഇതേക്കുറിച്ചുള്ള സാധാരണ എനിക്ക് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സാധാരണ പ്രേക്ഷകരും ഇതേക്കുറിച്ച് പഠിച്ചു. സിനിമ എല്ലാവരും ആസ്വദിച്ചിരുന്നു, പക്ഷേ സിനിമയെ പഠിച്ചത് ഈ സമയത്തിന് ശേഷമാണ്. കാര്യം ഈ സിനിമാക്കാരല്ല, ഇവരെല്ലാവരും തന്നെ ഈ സാധാരണ പ്രേക്ഷകരെയും സോഷ്യൽ മീഡിയയിൽ എഴുതുന്നവരെയും ഒക്കെ ചീത്ത വിളിക്കും, പുച്ഛിക്കും ഒക്കെ ചെയ്യുമെങ്കിലും സത്യത്തിൽ നന്നായി സിനിമ പഠിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ കൂടി ആളുകളെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ അതുകൊണ്ട് ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിൽ സൃഷ്ടിച്ചെടുത്തതിൽ തീർച്ചയായും രഞ്ജിത്തിനെ അഭിനന്ദിക്കുക തന്നെ വേണം. നല്ല ഗംഭീരമായ ഫ്രെയിമുകളാണ്, ഗംഭീര മ്യൂസിക്കാണ്. അത് മാത്രമല്ല വളരെ ആകർഷണീയതയോടെയാണ് മഞ്ജു വാര്യർ ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശ്യാമപ്രസാദ് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ശ്യാമപ്രസാദിനെ കാണുമ്പോൾ നമുക്കൊരു പുതുമയുണ്ട് അതിൽ. മറ്റേതെങ്കിലും ഒരു നടനെ പോലെയല്ല, ശ്യാമപ്രസാദിനെ കാണുമ്പോൾ അതിൻ്റെതായ ഒരു പുതുമയുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയത് ആ വീട് അതിസുന്ദരമായൊരു വീട്, അവിടെ ഒരു ഉഴപ്പൻ ഇങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിൽ അതിനകത്ത് എനിക്ക് എന്തോ ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇത് അദ്ദേഹം ദിവസവും കാണുന്ന സ്വപ്നമാണോ, അതല്ലെങ്കിൽ ദിവസവും അദ്ദേഹം ഇത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട്. കാരണം പണിയൊന്നുമില്ല, ബക്കാടി അടിക്കുന്നു, ലാപ്ടോപ്പിലൊന്നുമല്ല ഇരുന്ന് പഴയ പേപ്പറിലാണ്. പക്ഷെ എന്നാലും നല്ല ഇതുപോലത്തെ ഒരു വലിയ വീടുണ്ട്. അത് തൃപ്തനല്ല. അത് മാത്രമല്ല അദ്ദേഹം അദ്ദേഹം ആവർത്തിക്കുന്ന സംഗതിയാണെന്ന് തോന്നുന്ന തരത്തിൽ വൃത്തിയുള്ള വീടാണ്. അതിനെ വൃത്തികേടാക്കാൻ ഇദ്ദേഹം ഏതെങ്കിലും ഒരു ദിവസം കള്ളു കുടിക്കുന്ന ദിവസം ശ്രമിച്ചിട്ട് അങ്ങനെ സംഭവിച്ചതാണോ എന്ന്, അതായത് അലങ്കോലമായി കിടക്കുന്ന, കാലങ്ങളായി ഇങ്ങനെ ഏകാന്തതയിൽ ജീവിക്കുന്ന ഒരാളായി എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ആ വീട്ടിലെ ഓരോ ഫർണിച്ചർ നോക്കുമ്പോൾ ഗംഭീര റബ്കോയുടെ ടേബിള്, അത് കസേര, അതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല വൃത്തിയുള്ള പോലെയാണ് തോന്നുന്നത്. സംവിധാനത്തെക്കുറിച്ച് ഗംഭീരമായി ചർച്ചകൾ അതിൻ്റെ യൂട്യൂബിൽ താഴെ നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം, കലാസംവിധാനത്തിൻ്റെ മികവ് എന്ന നിലയ്ക്കാണോ അത് ചർച്ച ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം
അതിൻ്റെ തീമും ഇതും തമ്മിൽ എനിക്കൊരു പിടികിട്ടാത്ത ഒരു ചിലപ്പം വേറെ അവസ്ഥയുണ്ട്. ഏതെങ്കിലും നല്ല വൃത്തിയുള്ള വീടായിട്ട് മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി എടുത്ത വീടിനെ തൽക്കാലത്തേക്ക് രഞ്ജിത്ത് 2.5 ദിവസം കൊണ്ട് ഷൂട്ട് തീർക്കാൻ വേണ്ടി പെട്ടെന്ന് അത് 2.5 ദിവസത്തിൻ്റെതായ അല്ല, എനിക്ക് പ്രശ്നം അതിൽ തോന്നുന്നു സംഭവിച്ചിട്ടുണ്ട്. ആരോയെ പറ്റി ചർച്ച ചെയ്താൽ നമുക്കൊരു വേണമെങ്കിൽ ഇങ്ങനെ ചർച്ച ചെയ്യാനാണെങ്കിൽ നമുക്കൊരു 6 ദിവസം സമയം മുഴുവൻ. അതല്ല മാത്രമല്ല അതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. എനിക്ക് ഈ സുജിത്തിന് തോന്നിയല്ലോ കരുണയുടെ റെഫറൻസ്, അത് എനിക്ക് സുജിത്ത് പറഞ്ഞിട്ട് രണ്ടാമത് കണ്ടപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്വർണ്ണ വെളിച്ചം, ഈ സൂര്യൻ്റെ കിരണങ്ങൾ ഏൽക്കുന്നു, വലിയ ആർച്ച്, ആ ഇവര് മഞ്ജു വാര്യരിരിക്കുന്ന കസേര, കാലുമേൽ കാല് കയറ്റി വെച്ചുള്ള ഇരിപ്പ്, അതായത് ഒരു ഇതെല്ലാം കാര്യം- കാണുമ്പോൾ ഒരു കാര്യം ഹർഷ, അതായത് ഈ സംഗതി വിജയിച്ചു കഴിഞ്ഞു. ഇപ്പം മമ്മൂട്ടി കമ്പനി ഷൂട്ട് ചെയ്യാൻ പാടുണ്ടായിരുന്നു, ഇത്രയും മോശം ഇങ്ങനെ ഒരു ക്രിഞ്ച് സിനിമ മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യണമെന്നൊക്കെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്തതിന്റെ കാര്യം കണ്ടില്ലേ, ഇപ്പൊ ആളുകളെല്ലാം ചർച്ച ചെയ്യാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇനി ചർച്ച ചെയ്തു. ഒരു കലാവസ്തുവിന്റെ സൃഷ്ടി കഴിയുന്ന നിമിഷം അത് ആസ്വാദകൻ്റെതാവുകയാണ്. സൃഷ്ടാവിന്റെ വ്യാഖ്യാനത്തിന് പിന്നെ വലിയ റോളില്ല. അയാളുടെ ഉദ്ദേശ്യം, പശ്ചാത്തലം, ജീവിത പരിസരം എന്നിവയൊന്നും ആശ്രയിച്ചല്ല സൃഷ്ടിയെ വായിക്കേണ്ടത് എന്നൊരു സിദ്ധാന്തമുണ്ട്. ഡെത്ത് ഓഫ് ഓഥർ എന്ന് പറയും. പക്ഷേ രഞ്ജിത്തിന്റെ മുൻ സിനിമകളുടെ കൂടി പരിസരത്തിലാണ് ഏറെപ്പേരും ഈ ചെറു സിനിമയെ വ്യാഖ്യാനിക്കുന്നതും വിമർശിക്കുന്നതും. ആഠ്യത്വം നിറഞ്ഞ ഏകാന്തത, ബുദ്ധിജീവി നാട്യം, നാടകീയ നൊസ്റ്റാൾജിയ, ദാർശനിക ദുഃഖം ഒക്കെ ചേരുംപടി ചേർത്തുള്ള ക്ലീഷേ കൊളാഷാണ് സിനിമയെന്ന് ഒരു കൂട്ടർ പറയുന്നു. ഒന്നാം തരം ആൺതോട്ടം എന്ന് മറ്റൊരു പക്ഷം പറയുന്നു. ഒറ്റപ്പെടലിൻ്റെ മടുപ്പും പ്രതീക്ഷയും ഭംഗിയായി പകർത്തിയിട്ടുണ്ടെന്നും ചിലർ പറയുന്നു. ഈ വിമർശനത്തിനിടയിൽ എല്ലാം ഇടയിലും അങ്ങനെ ചിലർ പറയുന്നുണ്ട്. ഏതായാലും രഞ്ജിത്ത് നിലവിലും നമ്മുടെ സിനിമയിൽ ഒരു ബ്രാൻഡ് ആയതുകൊണ്ടാണ് ഈ ചെറു സിനിമ ഇത്ര വലിയ ചർച്ചയാകുന്നത്. സിനിമയിൽ സംഭവിക്കുന്ന നല്ല മാറ്റങ്ങളും ശീലങ്ങളും ഉൾക്കൊണ്ട് നിലനിർത്താനായാൽ രഞ്ജിത്ത് എന്ന ബ്രാൻഡ് തുടരും, ഇല്ലെങ്കിൽ തുടരില്ല, അത്ര തന്നെ.